വെൽക്കം ടു ഗാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്റ്റാർ എന്ന തമിഴ് സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന കവിൻ, പ്രീതി, അതിഥി പൊഹൻകർ, ലാൽ, പിന്നെ വെട്രിമാരൻ ആസ്കേമിയോ അപ്പിയറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം. ഒരു ഫീൽ ഗുഡ് പടം തമിഴിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ പടം മസ്റ്റ് ആയിട്ട് കാണാം. ടെലിഗ്രാമിൽ ഉടപ്പുണ്ട്, ഡൗൺലോഡ് ചെയ്ത് കാണാം. ഇല്ലെങ്കിൽ ഇത് ഏതിലാണ് വന്നിരിക്കണം എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ആമസോണിലാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ആമസോണിലുണ്ടെങ്കിൽ അതിൽ തിരഞ്ഞ് കണ്ടുപിടിച്ച് എടുക്കുക, ഇന്ന് കാണാം. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന എലൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇങ്ങരുടെ പ്രീവിയസ് വർക്ക്സ് നോക്കിയപ്പോൾ പിയാർ പ്രേമകാതൽ എന്ന് പറയുന്ന ഒരു കാട്ടപരാധ പടം ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതെന്തുകൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ ആയെന്നുള്ളത് എനിക്ക് ഇതായിട്ട് മനസ്സിലായിട്ടില്ല. അമ്മാതിരി കാട്ടപരാധമായിരുന്നു. അതിൻ്റെ റീമേക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലായിട്ടുമില്ല കാട്ടപരാധം. ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, പണ്ടപ്പോഴാണ്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യൂവേഴ്സും ഉണ്ട്. ആണെങ്കിൽ അതായിരുന്നു കാണേണ്ടത്. പടം കോമഡിയാണ്, പടം കോമഡിയാണ് രണ്ടും. അഞ്ച് ഇവിടെ പറഞ്ഞ കിടക്കണില്ല. അതിൻ്റെ ഡയറക്ടറാണ്. ആ ചെറുക്കൻ കമ്പാക്ക് എടുത്തിട്ടുണ്ട്, കവിൻ. എന്താണ് ലിഫ്റ്റ് പടം ഇറങ്ങിയ സമയത്താണ് ചെറുക്കൻ ഇങ്ങനെ ആളുണ്ടെന്ന് തന്നെ ഞാൻ അറിയണത്. ഒരു ആക്ടറുള്ള കാര്യം, തമിഴിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് എന്ന് തന്നെ അറിയണത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പുതുമുഖമാണെന്നാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ 2 പടം ചെയ്തിട്ടുണ്ട്. 2 ഫ്ലോപ്പ്, 2 കണ്ടെന്നിട്ട് 2 പടം കൂടെ ആയിരുന്നു. അത് പറയത്തി. പക്ഷെ ലെഫ്റ്റിലവിടെ നല്ല പടങ്ങൾ മാത്രം സെലക്ട് ചെയ്ത ഒരാളാണ്. ലെഫ്റ്റ് ആവട്ടെ, ദാദ ആവട്ടെ, പിന്നെ ഇപ്പോൾ ഇതാവട്ടെ, നല്ല സ്റ്റോറി, അടിപൊളി സ്റ്റോറി. പിന്നെ മ്യൂസിക് പറയണം മോനെ. യുവൻ ശങ്കർ രാജയാണ് പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല മ്യൂസിക്. എന്താണെന്നറിയില്ല, കോഞ്ചറിങ് കണ്ണപ്പൻ അങ്ങനെ ഇപ്പോൾ നല്ല സ്റ്റോറീസ് പിക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. യുവൻ ശങ്കർ കംബാക്ക് സോങ്സിൻ്റെ കാര്യത്തിലുണ്ട്. ബീജത്തിലും കംബാക്ക് എടുത്തിട്ടുണ്ട്. കോഞ്ചറിങ് കണ്ണപ്പൻ തൊട്ട് കോഞ്ചറിങ് കണ്ണപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ കംബാക്ക് എടുത്തിരുന്ന ബീജത്തിന് വിജയം നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വിജയങ്ങളാണ് കൊടുത്തിട്ട്. ഇപ്പോൾ പൊന്നൻ ത്രികണ്ഠ എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിലും നല്ലൊരു ബീജം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ കിടപ്പുണ്ട്, വേണമെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാണാം. പിന്നെ നായികമാർ പ്രീതി മുകുന്ദൻ ആൻഡ് അതിഥി പൊഹൻകർ. അതിഥി പൊഹൻകർ എന്ന് പറയുന്ന ആളെ ഞാൻ എവിടെ കണ്ടതുപോലെ തോന്നി. ഈ പടത്തിലല്ല, വേറൊരു പടത്തിൽ. എന്താണ് ജെമിനി രാജ എന്താ പേര് കറക്റ്റായിട്ട് കിട്ടണില്ല. എന്തോ ആയാലും കിട്ടാത്ത പേരാട്ട. ഞാൻ പണ്ട് എപ്പോഴാണ് കണ്ടത്. അതിൽ അഥർവയായിരുന്നു നായികൻ. അഥർവ ഉണ്ടായിരുന്നു, രജീന കസാൻഡ്ര ഉണ്ടായിരുന്നു, വിനയ് കൊച്ചുണ്ടായിരുന്നു, പിന്നെ പ്രണീത ഉണ്ടായിരുന്നു, പിന്നെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ സൂര്യ ഉണ്ടായിരുന്നു കോമഡി ആയിട്ട്, ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പടത്തിൽ ഒരു ചെറിയ റോൾ ഒരു നായിക റോൾ ചെയ്ത ഒരാളാണ് അതിഥി പൊഹൻകർ. അവരുടെ 2ാമത്തെ പടമാണെന്ന് തോന്നുന്നു കേട്ടോ തമിഴിൽ. എനിക്കറിയണോ അത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ഇട്ടാൽ മതി. കാരണം യൂട്യൂബിൽ കമൻറ്റ് ഓൺ ആവുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാ. എന്തിലോട്ട് ലാല് കവിൻ്റെ അപ്പനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേർക്ക് പറ്റുന്നത് അങ്ങേര് ചെയ്തിട്ടുണ്ട്, നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ലാൽ എനിക്ക് അറിഞ്ഞോടാ. അങ്ങേര് ഒരുപാട് മറ്റേ 2018 പാടാൻ തൊട്ട് അങ്ങേര് എന്താണെന്നറിയില്ല, അങ്ങേര് പൊളിച്ചടക്കുകയാണ്. മറ്റേ വീരന്മാരുടെയിൽ എന്തിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വേറെ കാര്യം അല്ല. ആരോടൊന്നും ഇട്ടിട്ട് നോക്കുമ്പോൾ 2018 കമ്പാക്ക് കാണേ. പിന്നെ മറ്റേ സിംഗപ്പൂർ സലൂണിലുള്ള നല്ല ഒരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ കൊടുത്തിട്ടുണ്ട് എലൻ.
പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന SVCC ആണ് എന്നാണ് തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ, പ്രൊഡ്യൂസേഴ്സ് ഒന്നും ശ്രദ്ധിച്ചില്ല. ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ പടം ചെറിയ കംബാക്ക് എടുത്ത്. കവിൻ തുടർ ചെയ്യും 3 ബ്ലോക്ക് ബസ്റ്റർ. 2 റിലീസ്, 2 തിയേറ്റർ റിലീസ്. പിന്നെ അടുത്ത പടം നമ്മുടെ നെൽസൺ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ. വാഴ്ത്തുക്കൾ നെൽസൺ എന്ന വാഴ്ത്തുക്കൾ. നല്ലതായിട്ട് വരട്ടെ. നെൽസൺ കംബാക്ക് എടുത്തിരിക്കുകയാണ്. ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് പടത്തിൻ്റെ പേര് എന്തോന്നാണ്, ബ്ലഡി ബഗർ അങ്ങനെ എന്തോ അവിടെ പേരിട്ട്. അടുത്ത ജനുവരിയിലാണ് റിലീസ് എന്നാണ് കേൾക്കണത്. അടുത്ത ജനുവരിയിൽ ഇന്ത്യൻ 3 പറഞ്ഞുണ്ടേ ഇടവയിട്ട്. ഇന്ത്യൻ 2 മറ്റേ ജസ്റ്റ് സൂര്യനെ ഊളത്തിലായിട്ട് കാണിച്ചത് ഉറപ്പായിട്ട് മാറ്റാൻ ചാൻസ് ഉണ്ട്. അല്ല, വില്ലനെ മാറ്റുന്നല്ല ഉദ്ദേശിച്ചത്, കുറച്ചും കൂടി പീക്കിലോട്ട് എത്താൻ ചാൻസ് ഉണ്ട്. കാരണം മെയിൻ ആണല്ലോ, അതുകൊണ്ട്. പിന്നെ ഇന്ത്യൻ 2 ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇന്ത്യൻ 2 എന്തുകൊണ്ടാണ് ഇന്നലെ ഒരു റോസ്റ്റ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും, അതൊന്ന് നമ്മൾ സഹായിച്ച് തന്നാൽ നല്ലത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.